57 രാജ്യങ്ങളിൽ നിന്ന് 43 ഭാഷകളിലായി 174 ഫീച്ചർ ഫിലിമുകളാണ് ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എത്തുന്നത്. ഇതിനു പുറമെ നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും ഡോക്യുമെന്ററികളുടെയും പ്രദർശനം വേറെയും. ചലച്ചിത്രോത്സവത്തിന്റെ 10ാം വാർഷികം പ്രമാണിച്ച് ഇത്തവണ അറബ് ചിത്രങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുക. 9 ദിവസം നീളുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സിനിമയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും മുഖാമുഖങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഫിലിം ഫെസ്റ്റിവൽ ചെയർമാൻ അബ്ദുൽ ഹമീദ് ജുമ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രമുഖ ഫലസ്തീൻ സംവിധായകൻ ഹാനി അബു അസദ് സംവിധാനം ചെയ്ത ഉമറാണ് ഉദ്ഘാടന ചിത്രം. അക്കാദമി അവാർഡ് നോമിനേഷൻ നേടിയ സിനിമയാണ് ഉമർ. 40ഓളം വനിതാ സംവിധായകരുടേതുൾപ്പെടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 100ഓളം സിനിമകൾ പ്രദർശനത്തിനെത്തും. 70 പുതിയ ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനവും ചലച്ചിത്രോത്സവത്തിൽ നടക്കും. മദീനത്ത് ജുമേറയിൽ ദിവസവും നടക്കുന്ന 2 റെഡ് കാർപ്പറ്റ് ഗാല മേളയുടെ പ്രത്യേകതയാവും. ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി ചിത്രമായ ദി ലഞ്ച് ബോക്സ് റെഡ് കാർപ്പറ്റിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ റിതേഷ് ബത്ര, അഭിനേതാക്കളായ ഇർഫാൻ ഖാൻ, നിമ്രത് കൗർ, നവാസുദ്ദീൻ സിദ്ദീഖി തുടങ്ങി സിനിമാ രംഗത്ത് നിരവധി പ്രമുഖർ ഫെസ്റ്റിവലിലെത്തും. സിനിമാ പ്രേമികൾക്ക് വലിയൊരു വിരുന്നൊരുക്കി തന്നെയാണ് 10ാമത് ദുബായിയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എത്തുന്നത്. മീഡിയ 1 ദുബായ്.